ആർജിയാണ്, ഒടുക്കത്തെ മഴയാണ്. ശരിക്കും നമുക്കിപ്പോ MG റോഡിൽ പെട്ടെടുക്കാണ്. കോട്ടൊക്കെ ഇട്ടുണ്ട്, പക്ഷെ ഫോൺ അതിന് പക്ഷെ പ്രശ്നം മഴയുടെ ഒരു സ്ഥലത്ത് ഡെലിവറിക്ക് നിൽപ്പാണ്. ഡെലിവറി കൊടുത്തു കഴിഞ്ഞാൽ ഇനി പതുക്കെ മഴയത്ത് പോകണം, വേറെ വഴിയില്ല. സമയം ഇപ്പൊ കറക്റ്റ് 10 മണിയായി, 10:07 നമുക്ക് എന്തായാലും അടുത്ത് ഓർമ്മ അവിടെ നിൽപ്പുണ്ട്. ഓർമ്മ പോവാ. ഇവിടെ മെട്രോയുടെ അടിയിൽ മഴ കാണാൻ കയറുന്നതാണ്, കുഴപ്പമില്ല. അടുത്ത ഓർഡർ അടിച്ച് അപ്പൊ കഴിച്ച് നമ്മളിത് പാലാരോട്ടത്ത് നിൽപ്പാണ്. പാലാരോട്ടത്ത് പാരഡൈസ് നിൽപ്പാണ്. ഓർഡറിന് വെയിറ്റിംഗ് ആണ്. ഓർഡർ അടിച്ചിട്ടുണ്ട്, സാധനം റെഡി ആയിട്ടില്ല, ഫുഡ് റെഡി ആയിട്ടില്ല. അപ്പോൾ വെയിറ്റിംഗ് ആണ്, കുറവായിട്ട് ആയിട്ടില്ല. മഴ പൊടിയുന്നുണ്ട് ഇപ്പോഴും, മഴ ഫുള്ളും മാറിയിട്ടില്ല, മഴ പൊടിയുണ്ട്. ഇനി ഫുള്ളും വെള്ളവും ചെളിയും റോഡ് പുതിയൊക്കെ അതിൻ്റെ ഫുള്ള് ചെളികളൊക്കെ ആയിരിക്കും പോകുന്നതൊക്കെ. അതൊരു സീനാണ്. ഇത് മെട്രോയുടെ പണിയാണോ റോഡിന്റെ പണിയാണോ എന്ന് അറിയാൻ പാടില്ല. എന്തായാലും മഴ നടക്കുന്നുണ്ട്. 30 ലക്ഷം 40 ലക്ഷം കൊടുത്ത് പണിതേക്കുന്ന സ്ട്രീറ്റ് ലൈറ്റുകളാണ് ഈ കാണുന്നതൊക്കെ. ഒന്നും കത്തുന്നില്ല, എല്ലാം അടിച്ചു പോയി തോന്നുന്നു. ഒരെണ്ണം മാത്രം ഇതാക്കുന്നത്. എന്താണ് നമ്മുടെ നാടിന്റെ അവസ്ഥ? അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇവർക്ക് മാത്രം പണിയാൻ വേണ്ടി ലക്ഷങ്ങൾ പറയും. പാവപ്പെട്ടൊരു വീട് വെക്കാൻ വേണ്ടി ചോദിച്ചാൽ 4 ലക്ഷം രൂപ തരുള്ളൂ. എന്നാൽ നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ അപേക്ഷിച്ച് ഇപ്പോഴും ഉറപ്പാണ് നമുക്ക് വീട് കിട്ടിയിട്ടില്ല. വീട് കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ച് അപേക്ഷിക്കുന്നത്. പിന്നെ സർക്കാർ തന്നെ 4 ലക്ഷം രൂപ വെച്ച് വീട് പണിയാൻ പറ്റില്ല എന്ന് എല്ലാവരും പറയാറുണ്ട്, സത്യമാണ്. അത് പിന്നെ ഒരുപാട് പേര് പറഞ്ഞു നമ്മൾ വീട് അന്വേഷിച്ചപ്പോഴേക്കും. നമ്മുടെ വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ പലരും പറഞ്ഞു സർക്കാർ തരും, പക്ഷേ ആ തരുന്ന ദിവസം നിങ്ങൾക്ക് വീടിന് വേണ്ടി തോന്നുന്നില്ല, നിങ്ങളുടെ കയ്യിൽ കാശിന് മാത്രം പണി പറ്റുള്ളൂ ആ അവസ്ഥ എന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്തായാലും നമുക്ക് കിട്ടിയിട്ട് തരും, കിട്ടാണെങ്കിൽ കൂടി കൊള്ളാം എന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഓർഡറിന് വെയിറ്റിംഗ് ആണ്, കേസ് കട്ട വെയിറ്റിംഗ് ആണ്, കുറേ റെഡി ആയിട്ടില്ല. അപ്പോൾ കേസ് മഴയൊക്കെ കുറഞ്ഞു, ഓർഡർ അടിച്ചടിച്ചടിച്ച് തൃപ്പൂണിത്തറ എത്തി. പിന്നെ തൃപ്പൂണിത്തറയിൽ നമ്മൾ അങ്ങ് എടപ്പള്ളി വരെ കാലിക്ക് പോകണം, അതാണ് സങ്കടം. പിന്നെ പെട്രോളും കളഞ്ഞ് വെറുതെ കാലിക്ക് പോകണ്ടേ.